ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പറക്കുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 4 ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 4 ഭാഗം സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലത്തെ അതൊക്കെ നമുക്ക് കളയൊന്നും വേണ്ട. അത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പോക്കറ്റ് ഷവർമൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി കേബേജും ക്യാരറ്റുമാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ മൊരിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കേബേജ് ഇതാ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചോപ്പർ വാങ്ങിയതാണിത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ 2 ഞാൻ വാങ്ങി. പക്ഷേ അത് ഇത്ര ഒരു ക്വാളിറ്റി ഇല്ല. അത് നല്ല ഇതാണ്, ചോപ്പറാണ്. അപ്പോൾ അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇടാൻ പേടിയായിട്ടാ. മുന്നതുപോലെ ഇട്ടിട്ട് 2 നാശമായി. അപ്പോൾ അത് കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇതിൽ ചെയ്യണത്. അപ്പോൾ ആദ്യം ഒരു വലിച്ചപ്പോൾ അത് സ്റ്റക്കായ പോലെ തോന്നി. അപ്പോൾ പേടിയായി. പിന്നെ അതൊന്നും കൂടെ ഇതാക്കി എടുത്തപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ട. അപ്പോൾ അതിൽ നിന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്തതും ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പണി അങ്ങനെ കഴിഞ്ഞ് ഇനി അടുത്തത് കേബേജാണ്. കേബേജ് കഷ്ണങ്ങൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതും കുറേശ്ശായിട്ട് തന്നെയാണ് ഞാൻ ഒടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി ഒരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ അത് തട്ടി കൊടുത്തപ്പോൾ അതിൻ്റെ മൂടിയുടെ മേലെ ആ നൂല് ലൂസായി. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സബോളൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വെച്ചിട്ടുള്ളത്. അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതും അതിൽ ഒന്ന് പൊടിച്ചെടുക്കാം. കഷ്ണങ്ങൾ ചെറുതാക്കിയിട്ട് പീസായി കിട്ടിയിട്ടുണ്ട് അതും. അപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിന് ഒക്കെ അതുപോലെ ചെയ്ത് വെക്കണമെങ്കിൽ പെട്ടെന്ന് നോമ്പറക്കേണ്ട ആ ടൈമിൽ തിരക്ക് കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒക്കെ ഇതുപോലെ ആക്കിയെടുത്ത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ചെയ്യാം. വല്ല ഡപ്പയിലൊക്കെ ആക്കി വെച്ചിട്ട്. അപ്പോൾ അതെല്ലാതും അരിഞ്ഞ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എന്നും ഓരോന്ന് പൊരിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ചോപ്പറാണെങ്കിലും. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒരു 6 കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് അടിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഞാനിത് പോക്കറ്റ് ഷവർമക്കാണ് കേട്ടോ അത് കലക്കണത്, കോഴിമുട്ട. അപ്പം അങ്ങനെ അരിഞ്ഞ് വെച്ചതാണ് അതെല്ലാം. പിന്നെ സമൂസ, കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ പോക്കറ്റ് ഷവർമൊക്കെ അതിൻ്റെ അത് പൊരിച്ചെടുക്കുകയാണ് ബ്രെഡ്. അപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഒഴിച്ചിട്ടുള്ളൂ. അധികം ആയി കഴിഞ്ഞാൽ പിന്നെ കളയണ്ടേ. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ പെട്ടിട്ടുണ്ട്. അതാണ് അതങ്ങനെ പതായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം 3 പോക്കറ്റ് ഷവർമയുടെ അത് 3 പൊരിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ 3 വീണ്ടും ഇട്ട് കൊടുത്ത് അതിലേക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട്. നന്നായി തന്നെ പത വരുന്നുണ്ട്. അത് വെളിച്ചെണ്ണ ആയി കഴിഞ്ഞാൽ ഓയിലിൽ അങ്ങനെ ആയി കിട്ടും. പിന്നെ അത് കട്ട്ലേറ്റിന് വഴറ്റിയതാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മറ്റേത് സമൂസക്കാണ്. അപ്പം അങ്ങനെ 2 ഇതും ഫില്ല് ചെയ്ത് പൊരിച്ചെടുക്കണമെന്ന്. ഫില്ല് ചെയ്തൊന്നും കാണിച്ചിട്ടില്ല. വഴറ്റുന്നതും ഇതിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സമൂസ ഒന്ന് വീണ്ടും പൊരിച്ചെടുക്കുന്നത് വീണ്ടും കാണിച്ചതാണ്. സമൂസ ഒരു സ്റ്റാർ പോലെ ആയിട്ടില്ലേ അത്. ബ്രെഡ് കൊണ്ട് പോക്കറ്റ് ഷവർമ പൊരിച്ച ഓയിലല്ല പൊരിക്കുന്നത്, അത് മാറ്റിയിട്ട് വേറെ ഓയിൽ ഒഴിച്ചിട്ടാണ് സമൂസ പൊരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അപ്പോൾ കട്ട്ലറ്റിനും ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.